അവനെ കാണാനില്ലടാ. എടേ അവൻ വരാന്ന് പറഞ്ഞല്ലേ, വരും. അല്ലെങ്കിൽ ഗൾഫുകാരന്മാരിങ്ങനെ തന്നെ ഭയങ്കര അഹങ്കാരികളാണ്. ചുമ്മാ ഇരുന്നാണ് രാവിലെ പറഞ്ഞ അടിക്കാനുള്ള വഴിയോട് നോക്കിയിരിക്കുമ്പോഴാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറയണത്. അതുകൊണ്ട് പറഞ്ഞേ, ഇതാണോ നീ രാവിലെ വരാന്ന് പറഞ്ഞത്? ഗൾഫുകാരനല്ലേ, അതിന്റെ ഒരു ഗമ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇടേ എത്ര നേരമായിട്ട് കാത്തിരിക്കണ്ടേ? സാധനം വല്ല കൊണ്ടുവന്നാ നീ? ഞാൻ സാധനം കൊണ്ടുവരാതെ വരൂ. വെള്ളവും ഗ്ലാസ്സൊക്കെ എടേ ഇതോ ഇരിപ്പുണ്ട്. ഇടാ വീട് പണി ആർക്കടാ കൊടുത്തത്? അല്ലെ അടിപൊളി ഡിസൈനടാ. ഇതാരെ കൊണ്ട് ചെയ്യിച്ചത്? ഒരു രക്ഷയില്ല. ഈ ഏരിയയിൽ എന്തായാലും അത്തയണക്കൊരു വീട്. പൈസ ഉള്ളവന്മാർക്ക് എന്തൊരായിക്കൂടാ. നിങ്ങൾ അതൊക്കെ വിടറേ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇവിടെ എന്തൊരു വിശേഷം? രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പണിക്ക് പോകുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് കണക്ക് ചെറുത് ഓരോന്ന് അടിക്കുന്നു. അല്ലാതെ എന്തൊരു പഴയതുപോലെയൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നല്ലാതെ ധാരാളം അടങ്ങ്. നിന്റെ കാർ ഇത്തിരി നാളത്തേക്ക് തന്നെ അടിയാണ്. കുറച്ച് ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ആ വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്, നീ എടുത്തോണ്ട് പോകും. അതിനെന്ത് നീ ചോദിക്കണം ചേട്ടാ? എടേ നീ എന്ന് തിരിച്ചു പോണത്? എല്ലാ പ്രവാസികളുടെയും ചോദിക്കണ ചോദ്യം നിങ്ങൾ എൻ്റെ ചോദിക്കല്ലേടാ. അതെന്ത് നിനക്ക് മാത്രമല്ല രണ്ട് കൊമ്പുണ്ടാ? കൊമ്പും കുഴലിൻ്റെ കാര്യമൊന്നും അല്ലടാ. ഞാനിനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. എടാ നാട്ടിൽ വന്നിട്ട് നീ എന്ത് ചെയ്യാൻ വേണ്ടിയിരിക്കണത്? ഞാൻ നിങ്ങളുടെ പണിക്ക് വരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇവിടെ നമ്മക്കേ പണിയില്ല. അത് നീ വിട്ടേളാം, അത് ഞാൻ എന്തെങ്കിലും നോക്കിക്കോളാം. നീ നാളത്തെ വണ്ടിയുടെ കാര്യം നീ വിട്ടുപോകല്ലേ? ചേട്ടാ ഞാൻ ഇപ്പാണ് ആലോചിച്ചത്. എനിക്ക് നാളെ വണ്ടി കൊണ്ട് കുറച്ച് ആവശ്യമുണ്ടാ. നാളത്തെ കേസ് നടക്കണ കേസല്ല. അത് വിട്ടറാ. പിന്നെ ശരിയെന്നാ. ഒരെണ്ണം അടിച്ചിട്ട് പോ. വേണ്ട, പണിയും കളഞ്ഞിട്ട് വന്നവനാണ് ഇനി വണ്ടി. നാളെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ചോദിക്കും. പിന്നെ അതൊരു ശീലാവും. അളിയാ എപ്പോ വന്ന്? സാധനം ഒന്നും കൊണ്ടുവന്നില്ലേ? എപ്പോഴും പോകണം അളിയാ തിരിച്ച്?